ഇപ്പോൾ കണ്ണൂർ ADM പത്മചന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഈ വിവരം എങ്ങനെയാണ് ഈ കുട്ടികളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്? ഈ ഒരു കുട്ടിയുടെ നില ഗുരുതരമെന്ന വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ അതെ ഒരു കുട്ടി മരിച്ച നിലയിലാണ് ഉള്ളത്. അത് നേദ്യ എസ് രാജേഷ് എന്ന് പറയുന്ന കുട്ടി, 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. ബാക്കി 10 കുട്ടികൾ ഇപ്പോ അവിടെ സഹകരണ ആശുപത്രിയിലുണ്ട്, താലൂക്ക് ആശുപത്രിയിലുണ്ട്. സഹകരണ ആശുപത്രിയിൽ 7 കുട്ടികളുണ്ട്. അതുകൂടെ ഡ്രൈവറും ആയും ആ ഹോസ്പിറ്റലുണ്ട്. ഈ ഡ്രൈവറുടെ ആയയുടെ മറ്റു കുട്ടികളുടെ ആരെങ്കിലും പരിക്ക്, സാരമുള്ള പരിക്കുകൾ ഉള്ളവരുണ്ടോ? അല്ല, സാരമായി പരിക്കേറ്റ ഒരു കുട്ടിയെ നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു കുട്ടിയുണ്ടോ ചികിത്സയിൽ? ഇല്ല ഇല്ല ഇല്ല, അവിടെ സഹകരണ ആശുപത്രിയിലും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലുമാണ്. അത് കൂടാതെ ഈ തലയ്ക്കൊരു ചെറിയ മുറിവ് പറ്റിയിട്ടുള്ള കുട്ടിയുണ്ട്. അപ്പൊ അതിനെ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് നമ്മൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മരണം സ്ഥിരീകരിച്ച കുട്ടിയുടെ പേര്, മറ്റു വിവരങ്ങൾ ഒന്നുകൂടി പറയാം. നേദ്യ എസ് രാജേഷ് എന്നാണ് അറിയുന്നത്. 11 വയസ്സുള്ള കുട്ടിയാണ്. ഈ അപകടം സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് താങ്കൾക്ക് പ്രാഥമികമായ വിവരം ലഭിക്കുന്നുണ്ടോ? പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇനിയിപ്പോൾ അത് നമ്മൾ RTO ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷമേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. RTO അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അല്ലേ? RTO അന്വേഷിക്കാൻ പറയുന്നുണ്ട്, ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഇപ്പോൾ കണ്ണൂർ ADM പത്മചന്ദ്രക്കുറുപ്പാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നേദ്യ രാജേഷ് എന്ന 11 വയസ്സുകാരിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒപ്പം ഈ അപകടത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനായി RTO ചുമതലപ്പെടുത്തിയെന്ന വിവരം കൂടി ഇപ്പോൾ ADM പങ്കുവച്ചിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ ആരോഗ്യനില, അതിലൊരു കുട്ടിയുടെ അത് മാത്രമാണ് ആശങ്കപ്പെടുത്തുന്നതാണ് ADM പറയുന്നത്. ഗോകുൽ, അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കുട്ടി തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലാണ് ചികിത്സയിൽ ഉണ്ടായിരുന്നത്. ആ കുട്ടിയെ ഇപ്പോൾ നിലവിൽ തലക്കാണ് ആ കുട്ടിക്ക് അല്പം പരിക്കേറ്റത്, ഗുരുതരമായി തന്നെ പരിക്കേറ്റത്. ആ കുട്ടിയെ ഇപ്പോൾ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ എന്തായാലും ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഉള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ നിയന്ത്രണം വിട്ടത് എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പോലീസ് ഉൾപ്പെടെ അത്തരം പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. ചില ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അല്പം വേഗതയിലാണ് ഈ വാഹനം വന്നത്. അത് ഇപ്പോൾ പറയുന്നത് പോലെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ആ വേഗത ഉണ്ടായതാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ADM പറഞ്ഞതുപോലെ അതിൽ അന്വേഷണം ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷണത്തിന് RTO നിയോഗിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് അപകട കാരണം സംബന്ധിച്ച് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അല്പം അമിത വേഗതയിൽ എത്തി നിയന്ത്രണം മറിഞ്ഞ് ഈ ബസ് മലക്കം മറിഞ്ഞ് വീണാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ്. ഈ മരിച്ച കുട്ടി ഈ ബസ്സിനടിയിൽ പെട്ടുപോയി. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ബസ് ഇങ്ങനെ കീഴ്മേൽ മറിഞ്ഞ് കിടക്കുകയാണ്. ഈ ബസ്സിന്റെ അടിയിൽ ഈ കുട്ടി പെട്ടതുകൊണ്ടാണ് അത്ര ഗുരുതരമായ പരിക്ക് കുട്ടിക്ക് ഉണ്ടാവുകയും പിന്നീട് കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളതിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്കുള്ളത്. മറ്റ് കുട്ടികളുടെ ആരോഗ്യനില, അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന ആശ്വാസകരമായ വിവരം ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നുണ്ട്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് ഇന്ന് 4:15 അപകടത്തിൽപ്പെട്ടത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സ്കൂൾ സമയം കഴിഞ്ഞ് കുട്ടികളെ വീടുകളിലേക്ക് ആക്കുന്നതിന് വേണ്ടി പോകുന്നതിനിടെയാണ് ചെങ്ങളായി, വളക്കൈ, കുറുമാത്തൂർ മേഖലകളിലുള്ള വിദ്യാർത്ഥികളെ വീടുകളിലാക്കുന്ന ബസ്സാണ്, സ്ഥിരം പോകുന്ന ബസ്സാണ്. ഡ്രൈവർ ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഡ്രൈവറുടെ ആരോഗ്യനില പ്രശ്നമില്ല, ഗുരുതരമായ പരിക്ക് ഡ്രൈവർക്കില്ല. അപ്പോൾ സ്വാഭാവികം പോലീസും മോട്ടോർ വാഹന വകുപ്പും ഡ്രൈവറോട് ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. ശരി, ഏതായാലും കണ്ണൂർ വളക്കയിലാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. 11 വയസ്സുകാരിയായ നേദ്യ എന്ന
പെൺകുട്ടിയാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചത്. ആ സ്കൂൾ ബസ്സിൽ മലക്കം മറിയുന്നതിനിടയിൽ ആ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുകയും ഞൊടിയിടയിൽ ആ കുട്ടിയുടെ ദേഹത്തുകൂടിയാണ് മറിഞ്ഞ ബസ് പതിച്ചത്. അങ്ങനെയാണ് ആ സംഭവ സ്ഥലത്ത് ഗുരുതരമായ കുട്ടിക്ക് പരിക്കേറ്റത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നേദ്യ എന്ന 11 വയസ്സുകാരിയാണ് ഈ അപകടത്തിൽ മരിച്ചത്. മറ്റ് കുട്ടികളുടെ ആരോഗ്യനിലയിൽ ഒരാളുടെ നില ഗുരുതരമാണ്, ബാക്കിയുള്ളവർ ചികിത്സയിലുമാണ്.